الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. صدق الله العظيم. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന് പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആൻ മനുഷ്യരാശിക്കുള്ള ഒരു മാർഗദർശന ഗ്രന്ഥമാണ്. ജീവിത വിജയത്തിൻ്റെ ഒരു വഴികാട്ടി എന്ന് നമുക്ക് പറയാം. അതിലേറ്റവും പ്രാധാന്യത്തോടെ പരിചയപ്പെടുത്തുന്നത് ഈ പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച് തന്നെയാണ്. അള്ളാഹുവിനെ കുറിച്ച് ശരിയായ ജ്ഞാനവും ബോധവും സൃഷ്ടിക്ക് അള്ളാഹുവിൻ്റെ പ്രതിപുരുഷനായ അല്ലെങ്കിൽ ഖലീഫയായി പ്രതിനിധിയായി ഭൂമിയിൽ നിയോഗിക്കപ്പെട്ട സൃഷ്ടിക്ക് ഉണ്ടാവണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നു, ഇച്ഛിക്കുന്നു, അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ ശക്തിയും കഴിവും ആധിപത്യ വ്യാപ്തിയും ജ്ഞാനവുമൊക്കെ എടുത്തോതുന്ന ഒരുപാട് സൂക്തങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അഅ്ലമു ആയത്ത് ഫി കിതാബില്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സൂക്തമാണ് ആയത്തുൽ കുർസി എന്നറിയപ്പെടുന്ന നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഞാൻ ഓതികൽപ്പിച്ച ആ സൂക്തം. കുർസി എന്ന് പറഞ്ഞാൽ കസേര എന്നാണ്. ഇവിടെ അധികാരം, ആധിപത്യം, ആധിപത്യത്തിൻ്റെ ദൃഷ്ടാന്തം, അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൻ്റെ തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്ന അതിബൃഹത്തായ മഹത്തായ ഈ സൂക്തത്തിന് ഒരുപാട് പുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. ആയത്തുൽ കുർസി ഓതുന്ന ഭവനത്തിൽ നിന്ന് തീർച്ചയായും പിശാച് നീങ്ങിപ്പോകാതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൈശാചികമായ ദൗർബോധനങ്ങൾ മനുഷ്യ മനസ്സിലാണ് യഥാർത്ഥത്തിൽ പിശാച്. ദുർബോധനങ്ങൾ എപ്പോഴും മനുഷ്യൻ്റെ മനസ്സിലാണ് ഉണ്ടാവുക.
അപ്പോൾ മനുഷ്യ മനസ്സിൽ നിന്ന് പൈശാചിക ദുർബോധനങ്ങളെ അകറ്റി നിർത്താൻ ഒരു കാവൽ എന്നുള്ള നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുള്ള മനുഷ്യന് സമ്മാനിച്ച അതിബൃഹത്തായ ഒരു സൂക്തമാണ് ഇത്. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂക്തമാണ്. ഖുർആനിൽ എല്ലാ സൂക്തങ്ങളുടെയും ഒരു യജമാന സൂക്തമുണ്ട്, മാസ്റ്റർ വേർഡ്സ്, യജമാന സൂക്തമുണ്ട്. അത് ആയത്തുൽ കുർസിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറയുകയുണ്ടായി. അതുപോലെ ഈ സൂറത്തിന് ഒരുപാട് സവാബ് ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു, പുണ്യമുണ്ട്. രാത്രി ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ എന്ന ഹദീസിലില്ല, ആയത്തുൽ കുർസി ഓതിയാൽ പുലരും വരെ പൈശാചിക ദൗർബോധനങ്ങളിൽ നിന്ന് അല്ലാഹു തആല കാൽവഴി ഏർപ്പെടുത്തും എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതുപോലെ മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സലാത്തിൻ മക്തൂബത്തിൻ, ഫർളായ നമസ്കാരത്തിൻ്റെ എല്ലാ ഫർളായ നമസ്കാരത്തിന് ശേഷവും സ്ഥിരമായി ആയത്തുൽ കുർസി ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലം യംനഹു മിൻ ദുഖൂൽ ജന്ന ഇല്ലൽ മൗത്ത്, അതായത് സ്വർഗത്തിൽ കടക്കുന്നതിന് അവന് മരണമല്ലാതെ മറ്റൊരു തടസ്സമില്ല എന്നുള്ളതാണ്. അത്ര ഗൗരവവും ഗംഭീരവുമാണ്. എല്ലാ മക്തൂബായ നമസ്കാരങ്ങൾക്ക് ശേഷവും, അതായത് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തിൽ കടക്കാൻ ഒരേ ഒരു തടസ്സം അതവൻ്റെ മരണം മാത്രമാണ് എന്ന് പറയുമ്പോൾ ആ ഒരു സൂക്തത്തിൻ്റെ ഒരു പ്രാധാന്യം എന്തുമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മനുഷ്യ മനസ്സിൽ ഭീതി, ഭയം, അങ്കലാപ്പ്, അസ്വസ്ഥത, ബേജാറ്, പ്രയാസം, ബുദ്ധിമുട്ട്, കഷ്ടപ്പാട് എന്ന് തുടങ്ങിയ എല്ലാ നെഗറ്റീവ്, അതായത് പ്രതികൂലമായ വികാരങ്ങളുണ്ടാകുമ്പോൾ ആയത്തുൽ കുർസി ഓതാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം ഗൗരവമുള്ള ഈ സംഗതി, ഇത്രയും ഗൗരവമുള്ള ഈ സംഗതിയെ സംബന്ധിച്ചിടത്തോളം അത് ആഴത്തിലൊന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത്, സാധാരണ നിലയിൽ പാരായണം രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥമൊന്നും തിരിയാതെ ഉള്ളൊരു പാരായണം, മറ്റതൊരു സംഗതി മനസ്സിലാക്കിയിട്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പാരായണം. ഈ രണ്ട് പാരായണങ്ങളുടെയും പ്രതിഫലത്തിലും ഇഫക്റ്റിലും, അതായത് അതിൻ്റെ പ്രതിഫലനത്തിലും യഥാർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നില്ല. ഒരാളൊരു സംഗതി അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ, അറിയാതെ ഒരുപാട് നന്മ ചെയ്യും, അത് നന്മയല്ല എന്നല്ല പറയുന്നത്, നന്മ തന്നെയാണ്. പക്ഷേ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നന്മ, അതിന് ഭൗതിക ജീവിതത്തിൽ അവൻ്റെ ശരീരത്തിലും മനസ്സിലും അതിൻ്റെ പ്രതിഫലനം വലുതായിരിക്കും, സവാബും വലുതായിരിക്കുമെന്ന് ഹദീസുകളിൽ നിന്നും ഖുർആനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുൽ കുർസിയിൽ പറയുന്നത്? അധികാരത്തിൻ്റെ ഈ ദൃഷ്ടാന്തം, ആധിപത്യത്തിൻ്റെ ഈ ദൃഷ്ടാന്തത്തെക്കുറിച്ച് പറയുന്ന അതിബൃഹത്തായ പ്രപഞ്ചത്തിൻ്റെ, വിസ്തൃതമായ ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അധികാരം അള്ളാഹുവിൻ്റെ കൈകളിലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് യഥാർത്ഥത്തിൽ അതിനുള്ള ബന്ധം എന്താണ്, നമ്മൾ എങ്ങനെയാണ് അത് ബാധിക്കുന്നത്, ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എങ്ങനെയാണ് നമുക്ക് വരുന്നത് എന്നൊക്കെ നമുക്ക് ഒന്ന് പഠിച്ചു മനസ്സിലാക്കിയാൽ ഉണ്ടാകുന്ന ആശ്വാസം, ജീവിതാശ്വാസം ഭയങ്കരമായിരിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ക്ലേശം ഇല്ലാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. ക്ലേശത്തോടു കൂടിയാണ് അവൻ ജനിക്കുന്നത് തന്നെ. അതായത് പ്രസവിക്കുന്ന മാതാവിനും ക്ലേശം, വരുന്ന കുട്ടിക്കും ക്ലേശം. ഇടുക്കമുള്ള ഒരു സ്ഥലത്തുകൂടിയാണ് ഒരു 3 കിലോ 2 കിലോ അല്ലെങ്കിൽ 4 കിലോ ചിലപ്പോൾ 4.5 കിലോ 5 കിലോ ഒക്കെ തൂക്കമുള്ള ഒരു കുഞ്ഞ് കടന്നു വരുന്നത് എന്നുള്ളത്. വളരെ വേദനയോടുകൂടി ഞെരുങ്ങിയിട്ടാണ് വരുന്നത്. അവിടെ ഞെരുക്കം, പ്രയാസം, കബദ്, ക്ലേശം മനുഷ്യന്റെ ജന്മപ്രകൃതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നു. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, അവൻ്റെ ആ വരവ് തന്നെ, അല്ലെങ്കിൽ അവളുടെ ആ വരവ് തന്നെ കരഞ്ഞുകൊണ്ടേ ജനിക്കുന്നു എന്നുള്ളതാണ്. കരഞ്ഞുകൊണ്ടാണ്, അതായത് ഒരു പുതിയ ലോകത്തേക്ക് എത്തുമ്പോൾ അവിടെ നിലനിൽക്കാനുള്ള ശ്വാസം, അല്ലെങ്കിൽ നിലനിൽപ്പിന് അനിവാര്യമത വലിച്ചെടുക്കാനുള്ള ആ ഒരു തത്രപ്പാട്, ഭൗതികമായ അധ്വാനം ആ കുട്ടി യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. പ്രകൃതിയെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ആലോചിച്ചാൽ മഹാ അത്ഭുതം തോന്നുന്നതാണ്, മഹാ അത്ഭുതം തോന്നും. ഒരു വളരെ ഇടുങ്ങിയ ഒരു സ്ഥാനത്ത് കൂടി അതിങ്ങനെ കടന്നു വരുന്നു എന്നുള്ള, അത് വളരെ ഞെരുക്കത്തോടുകൂടി കടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു വിഷമവും വേദനയും, അത് ഗർഭാശയത്തിലുണ്ടായിരുന്ന കാലത്ത് മാതാവ് അനുഭവിച്ച വേദനയെക്കുറിച്ച് വഹനൻ അലാ വഹനൻ, മേൽക്കുമേൽ വേദന എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ ജനനം തന്നെ ക്ലേശത്തോടു കൂടിയാണ്.
ക്ലേശം സഹിക്കുക എന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ക്ലേശമില്ലാതെ അധ്വാനഭാരം വഹിക്കാതെ ആർക്കുമൊന്നും കൊടുക്കണ്ട എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം. അധ്വാനിക്കുക എന്നാണ്. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. മനുഷ്യൻ ഈസ് ഈക്വൽ ടു ഹിസ് വർക്ക് എന്ന്. മനുഷ്യൻ സമം അവന്റെ അധ്വാനം എന്നാണ്. എന്താണ് മനുഷ്യൻ അധ്വാനിച്ചത്? ആ അധ്വാനം ആണ് യഥാർത്ഥത്തിൽ അവൻ എന്നുള്ളതാണ്. അപ്പൊ അധ്വാനത്തോടു കൂടിയാണ്, അറിയാതെയുള്ള അധ്വാനം, അബോധതലത്തിലുള്ള അധ്വാനം, ആ അധ്വാനത്തോടു കൂടിയാണ് മനുഷ്യനിങ്ങനെ പുറത്തു വരുന്നത്. അവിടെ നിന്ന് അവന്റെ ക്ലേശം ആരംഭിക്കണം. അവൻ കിടക്കുമ്പോ, കമിഴുമ്പോ, അത് എഴുന്നേറ്റിക്കുമ്പോ, നടന്നു പഠിക്കുമ്പോ, ഓടുമ്പോ, ചാടുമ്പോ ഒക്കെ ഈ അധ്വാനം ഉണ്ടാകുന്നു. നമ്മളറിയാം, ചെറിയ കുട്ടിക്ക് നമ്മൾ കുറച്ച് ഭക്ഷണം കൊടുത്ത് അവിടെ ഇരുത്തിയാൽ അവിടെ ഇരിക്കൂല. കാരണം ആ ഭക്ഷണം ശരീരത്തിൽ അലിഞ്ഞു ചേരാൻ, ദഹനത്തിന് ആവശ്യമായ വ്യായാമം ആ കുട്ടിക്ക് ആവശ്യമുണ്ട്. അത് അവിടെ ചാടി, ഇവിടെ ഇറങ്ങി, കസേരയുടെ മുകളിൽ കയറി, കട്ടിൽ കയറി ചാടി, മാതാവിന്റെ പുറത്തുകൂടെ കയറി ചാടി, ഇങ്ങനെ പല തരത്തിലും നമ്മൾ പറയും വികൃതിയാണ്, അടങ്ങിയിരിക്കില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ള ഒരു സംഗതി. അതുകൊണ്ട് നമ്മൾ നോക്കണ്ട വീണ് കൈയും കാലും ഒടിഞ്ഞോട്ടെ എന്നുള്ള നിലയ്ക്കല്ല. പക്ഷെ അതിൻ്റെ ആ ഒരു പ്രോസസ്സ്, അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് എവിടെയെങ്കിലും ഇങ്ങനെ മിണ്ടാതെ കുത്തിയിരുന്നാൽ സ്വാഭാവികമായി നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഫാറ്റ് എല്ലാം കൂടി ബ്ലോക്ക്, ഒരുപാട് തരം ബ്ലോക്ക്. ഹാർട്ടിൽ മാത്രമല്ല ബ്ലോക്ക്, പല സ്ഥലത്തും ഞരമ്പിൽ പല ഭാഗത്തും ബ്ലോക്ക് വരാം. ഫാറ്റ് കയറിയിട്ട് കടുകട്ടിയായ കല്ല് പോലെ ആയിപ്പോയിട്ട് പിന്നെ അവിടെയൊക്കെ വെട്ടി മാറ്റേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുളച്ചു മാറ്റേണ്ടിയൊക്കെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പൊ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ അധ്വാനത്തിന്റെ പണി തന്നെ യഥാർത്ഥത്തിൽ നിസ്കാരം ഒരു അധ്വാനമാണ്. നിന്നും ഇരുന്നും കമിഴ്ന്നു കിടന്നും അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ അധ്വാനിപ്പിക്കുന്നതാണ്. മിനിമം ആ നമസ്കാരം നല്ലവണ്ണം നിർവഹിച്ചാൽ തന്നെ മനുഷ്യന്റെ തല പല പ്രാവശ്യം താഴെ വരും. ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് പമ്പ് ചെയ്യാതെ ഒഴുകിയിട്ട് തലച്ചോറിലേക്ക് പോകുന്ന സംവിധാനം സുജൂദില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുണ്ട്. ഇത് ചെറിയ കുട്ടിയാവുമ്പോൾ ഇതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കുട്ടി സ്വാഭാവികമായും അതൊക്കെ കാണുന്ന, ഏർപ്പെടുന്ന അതിന്റെ ചാട്ടവും ഓട്ടവും തലകുത്തി മറച്ചിലും ഒക്കെ യഥാർത്ഥത്തിൽ അധ്വാനം തന്നെയാണ്. അധ്വാനത്തിന്റെ ഇടയിൽ വീഴും, കരയും, ക്ലേശം സംഭവിക്കും, ഭാരം അനുഭവപ്പെടും, അങ്ങനെ പലതും ഉണ്ടാവും. അങ്ങനെ എല്ലാ മേഖലയിലും ഒരു ചെറിയ കുഞ്ഞു മുതൽ അങ്ങ് വയസ്സായ മനുഷ്യൻ വരെ നോക്കിയാൽ ജീവിതത്തിന്റെ പലതരം ക്ലേശങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിനാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് എടുത്തു പറയും. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ, അല്ലയോ മനുഷ്യ നീ ക്ലേശനാണ്, നീ ബുദ്ധിമുട്ട് കടുത്ത അധ്വാനം നടത്തുന്നവനാണ്. ഇലാ റബ്ബിക ഖദ്ഹൻ ഫമുലാഖിഹി, നിന്നങ്ങനെ കഠിനമായ അധ്വാനത്തോടുകൂടി നിന്റെ രക്ഷിതാവിലേക്ക് നടന്നെടുക്കുന്നവനാണ്. അപ്പൊ ഈ അധ്വാനവും ആ അധ്വാനത്തിന്റെ അനുഭൂതിയും അധ്വാനത്തിന്റെ ഭാരം അത് വഹിക്കാനുള്ള ഒരു സന്നദ്ധതയും, അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ രസം. ഒരധ്വാനവും ഇല്ലെങ്കിൽ, ഒരു ഭാരവും വഹിക്കാനില്ലെങ്കിൽ, ഒരു പ്രശ്നവും നേരിടാനില്ലെങ്കിൽ ഈ ഭൂമുഖത്തെ ജീവിതത്തിന് തന്നെ യഥാർത്ഥത്തിൽ ഒരു രസം ഉണ്ടാവില്ല. പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ വലിയ ബുദ്ധിമുട്ടുകളായി അനുഭവപ്പെടാറുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ തല ചുറ്റിപ്പോവും, തലയിലടിച്ചിട്ട് എന്തൊരു വേജാറ, എന്തൊരു പ്രശ്നമാണ്, രോഗമാണ്, കടമാണ്, പ്രശ്നങ്ങളാണ്, എതിരാളികളാണ്, ശത്രുക്കളാണ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷെ ഇതൊക്കെ ജീവിതത്തിന്റെ അനിവാര്യതകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഒളിച്ചോടാൻ സാധിക്കുകയില്ല എന്നാണ്. ഒരു കുഞ്ഞിന് ഒരിക്കലും അവന്റെ തീരുമാനിക്കപ്പെട്ട ആ ഒരു ജീവിത ചംക്രമണം ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റാത്തതുപോലെ തന്നെ ഒരു മനുഷ്യനും അവന്റെ ജീവിതത്തിന് നിശ്ചയിക്കപ്പെട്ട ഈ സംഗതികളിൽ നിന്ന് ഒളിച്ചോടാൻ സാധ്യമാകില്ല. പിന്നെ ഇതിനെയൊക്കെ അതിജയിക്കാനുള്ള മാനസികമായ തന്റെ ഇടം, ശാരീരികമായ ആർജവം, അതായത് ശാരീരികമായ ശക്തി നേടിയെടുക്കുവാൻ വേണ്ടി അവൻ അധ്വാനിക്കണം. അതിനുള്ള നിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. അവന് ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കല്ല, ഈ ഭൂമിയിൽ അവൻ ഒറ്റയ്ക്കല്ല. അവന് മാതാവുണ്ടാവും, പിതാവുണ്ടാവും. മാതാവും പിതാവും ഇല്ലെങ്കിൽ വേറെ ആളുകളുണ്ടാവും. ഈ ഭൂമിയിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ടാവും. ഭൂമി മാത്രമല്ല, അവന് വെളിച്ചം തരാൻ സൂര്യനും അതുപോലെ ചന്ദ്രനും പിന്നെ നക്ഷത്രങ്ങളും അങ്ങനെ കോടാന കോടി ഗ്രഹങ്ങളും. ഇതൊന്നും യഥാർത്ഥത്തിൽ വേർപെട്ട ഒരു ജീവിതമല്ല. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അങ്ങ് 10,000 കോടി പ്രകാശവർഷം അകലെ നിൽക്കുന്ന ഒരു നക്ഷത്രത്തിന്റെ ചംക്രമണം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നതെന്ന് വളരെ ആഴത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഈ പടച്ച തമ്പുരാൻ ആരാണ്? അതിനെക്കുറിച്ചാണ് ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു എന്ന് പറഞ്ഞാൽ അലിഫ്
ലാമ് അലിഫ് ലാമ് ലാമ് ഹ എന്നാലോചിക്കണം. അൽ ഇലാഹ് എന്നാണ്. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ ദ ഗോഡ്, സത്യദൈവം, യഥാർത്ഥ ദൈവം, ഏകദൈവം എന്നൊക്കെ അർത്ഥം ഉണ്ടാവും. പക്ഷെ ഇതെന്താണ് എന്ന് ആർക്കും മനസ്സിലാവില്ല എന്നുള്ളതാണ്. അലിഹ എന്ന പദത്തിൽ നിന്നാണ്. പല പ്രാവശ്യം ഇവിടെ സൂചിപ്പിച്ചതാണ്. 2008 പഴയ ഖുതുബയുടെ ഇങ്ങനെ രേഖ നോക്കിയപ്പോൾ 2008 നവംബർ മാസത്തിൽ ഇതേ വിഷയം ഇതേ മെമ്പറിൽ വെച്ച് വളരെ സവിസ്തരം പറയുകയുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അത് ഒന്നുകൂടി ഒരിക്കൽ പഠിച്ച സംഗതി തന്നെ. ഖുർആന്റെ ഒരു പ്രത്യേകത, വീണ്ടും പഠിക്കുമ്പോൾ, വീണ്ടും വായിക്കുമ്പോൾ, വീണ്ടും നോക്കുമ്പോൾ ഇന്നലെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ പുതിയ അറിവിന്റെ വെളിച്ചത്തിലേക്ക് ഓരോ ഖുർആനിക അക്ഷരങ്ങളും, ആയത്തുകളെന്നല്ല വാക്കുകളും അക്ഷരങ്ങളും നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്നതാണ്. അന്ന് ഇതൊക്കെ പറയുമ്പോൾ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന വിജ്ഞാനത്തിന്റെ നിലവാരത്തെക്കാൾ എത്രയോ ഉന്നതമായ നിലവാരത്തിലാണ് ഇപ്പോൾ ഇത് പഠിക്കുന്ന സന്ദർഭത്തിന് അനുഭവപ്പെടുന്നതാണ്. അത് കേൾക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണ്. നമ്മൾ ആയത്തെക്കുറിച്ച് ഓതാറുണ്ട്, എന്നും എപ്പോഴും ഓതാറുണ്ട്. പക്ഷെ ഓരോ ഓതലിനും അപ്പുറത്തേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് പുതിയത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അള്ളാഹുവിന്റെ കലാമാണ്. നമ്മുടെ ജീവിതത്തെ തട്ടിത്തഴുകിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന, ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അൽ ഇലാഹ്, ലാഹ അല്ലെങ്കിൽ അലിഹ എന്ന പദത്തിൽ നിന്നാണ് ഇലാഹ് എന്ന പദം വന്നത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അലിഹ എന്ന് പറഞ്ഞാലും ലാഹ എന്ന് പറഞ്ഞാലും ബേജാറായി പോയി കാണാനാവാത്തത് എന്നാണ്. അതായത് ഉൾക്കൊള്ളാനാവാത്തത് എന്നാണ്. ഉൾക്കൊള്ളാനാവാത്തത്, സാന്നിധ്യമുണ്ട് എന്നറിയും, പക്ഷെ എന്താണ് അത് എന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് അള്ളാഹുവിന്റെ സത്താനാമമാണ്. അള്ളാഹു എന്താണ് എന്ന് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാണാൻ പറ്റൂല, കേൾക്കാൻ പറ്റൂല, തൊടാൻ പറ്റൂല, ഒന്നും പറ്റൂല. പക്ഷേ അത് അനുഭവവേദ്യമാവും. യാഥാർത്ഥ്യം അനുഭവവേദ്യം. അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് അവനവൻ മാത്രമാണ് തെളിവ്. ഇവിടെ പുറത്തുനിന്ന് തെളിവൊന്നും യഥാർത്ഥത്തിൽ ആവശ്യമില്ല എന്നാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവനവന്റെ ഉള്ളളങ്ങളിലേക്ക് നോക്കിയാൽ അള്ളാഹുവിനെ അവിടെ തന്നെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള തെളിവ്. അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മജ്ഞാനവും ആത്മബലവും. അത് തന്നെയാണ് അള്ളാഹുവിനെ സ്വന്തം ഉള്ളിൽ തന്നെ കാണാൻ കഴിയുക എന്നുള്ളത്. അതായത് തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. തന്നെ ഉൾക്കൊള്ളുന്ന, തന്നെക്കാൾ അപ്പുറത്ത് നിൽക്കുന്ന, തന്നിക്ക് മുകളിൽ നിൽക്കുന്ന ഒന്നാണ്. അള്ളാഹു അക്ബർ എന്നാണ്. ഈ പേന ഈ പോക്കറ്റിനെ അപേക്ഷിച്ച് ചെറുതാണ്, അസ്ഗറാണ്. അക്ബറായി കഴിഞ്ഞാൽ ഈ പോക്കറ്റിനകത്ത് കൊള്ളൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയെങ്കിലും അസ്ഗറായി കഴിഞ്ഞാൽ എവിടെയും കൊള്ളും. പക്ഷേ അള്ളാഹു അക്ബറായാൽ നമ്മുടെ മനസ്സിൽ കൊള്ളൂല, പ്രപഞ്ചത്തിനകത്ത് കൊള്ളൂല, ഒരു സ്ഥലത്തും കൊള്ളൂല. പ്രപഞ്ചം അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന ഹദീസുണ്ട്. അപ്പൊ ഈ മഹാപ്രപഞ്ചത്തിന്റെ പ്രവിശാലതയ്ക്ക് അപ്പുറം പരന്നു നിൽക്കുന്ന ഒരു പടച്ചതമ്പുരാനെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അള്ളാഹുവിനെ കാണാൻ ശ്രമിച്ച ഒരു പ്രവാചകന്റെ കഥ ഖുർആനില് നമ്മുടെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാവർക്കും രോമാഞ്ചജനകമായ ആ കഥ നിങ്ങൾക്കറിയാം. മൂസ നബി അള്ളാഹിനെ കാണണമെന്ന് പറഞ്ഞപ്പോ ആ മലയിലേക്ക് നോക്ക്, ആ മല അവിടെ ഉണ്ടെങ്കിൽ നിനക്ക് എന്നെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോ മൂസ നബി അങ്ങോട്ട് നോക്കുകയും ഫലമ്മാ തജല്ല റബ്ബുഹു, അതായത് അള്ളാഹുവിന്റെ ഒരു പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പറയുന്നു. ഒരു മനുഷ്യന്റെ ചെറുവിരലിന്റെ ഈ അറ്റം പ്രത്യക്ഷപ്പെട്ടാൽ എത്ര ഉണ്ടാവും, അതുപോലെ അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് അല്പം ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ പ്രകാശം വരാൻ തുടങ്ങിയപ്പോ അതായത് വജഅലഹു ദക്ക, അത് പൊടിച്ചു കളഞ്ഞു. ആ മലയെ പൊടിച്ചു. ഹർറ മൂസ സഅഖ, മൂസ അബോധാവസ്ഥയിൽ നിലം പൊത്തിപ്പോയി എന്നുള്ളത്. അപ്പൊ ഈ മല ഉണ്ടാക്കിയിരിക്കുന്ന മൊത്തം എനർജിയേക്കാൾ അതിശക്തമാണ് അള്ളാഹുവിൽ നിന്ന് വരുന്ന ഏറ്റവും ചെറിയ ഒരു എനർജി പോലും. മനുഷ്യ മനസ്സ് സംവിധാനിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഫോം ഓഫ് എനർജിയിലാണ്. അത് മെറ്റീരിയൽ ആയാലും ഇനി സ്പിരിച്വൽ ആയാലും അത് എനർജിയിലെ ഒരു ഫോമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇത്ര ജൗൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ഒന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം 250 വാട്ട്, അതിലൊരു 500 വാട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തകർന്നു പോകും. ഹാലോജൻ ആകുമ്പോൾ 1000 ചില്ലുണ്ടാവും. 2000 3000 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും തകർന്നു പോകും. അപ്പോ ഇവിടെയുള്ള ശക്തിയേക്കാൾ അതിഭയങ്കരമായ ഒരു ശക്തി വരുമ്പോൾ ദക്ക, അതിനെ പൊടിച്ചു കളയുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച് മനസ്സിലാക്കുന്നത്. അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ സാധ്യമല്ല. പിന്നെ അള്ളാഹുവിന്റെ സത്താനാമത്തിന് പകരം ചില ഗുണനാമങ്ങൾ, റഹ്മാനാണ്, റഹീമാണ്, ആദിലാണ്, അതുപോലെ കരീമാണ്, സമീആണ്, ബസീറാണ്, ഖാദിറാണ്, അതുപോലെ ഹയ്യാണ്, ഖയ്യൂമാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 99 നാമങ്ങൾ പറയുന്നു. 99 നാമങ്ങൾ മാത്രമേ അള്ളാഹുവിനുള്ളൂ എന്ന അർത്ഥത്തിലല്ല, 99 നാമങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയതാണ് എന്നുള്ളതാണ്. ആ ഇസ്മുൽ അഅ്ളം, ഏറ്റവും മഹത്തായ നാമങ്ങൾ, ആ 99 നാമങ്ങളും പഠിച്ച് അത് പാരായണം ചെയ്യുന്ന ആളുകൾക്കുള്ള സവാബിനെ കുറിച്ചൊക്കെ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇത്രയും അപാരനായ ശക്തനായ ഈ അള്ളാഹു, അവൻ മാത്രമാണ് ആരാധനയ്ക്ക് അർഹനുള്ളത്.
അവനാണ് ദൈവം, അവനാണ് ഇലാഹ്, അവനാണ് രക്ഷിതാവ്, അവനാണ് റബ്ബ്, അവനാണ് ശക്തി, അവനാണ് കഴിവ്, അവനാണ് ചൈതന്യം, അവനാണ് സ്രോതസ്, അവനാണ് ജീവങ്ങളുടെ ജീവൻ, അവനാണ് ആത്മാക്കളുടെ ആത്മാവ്, അവനാണ് എല്ലാ എനർജിയുടെയും റിസോഴ്സ്, എല്ലാ എനർജിയുടെയും കേന്ദ്രം അവനാണ് എന്നാണ് ആയത്തുൽ കുർസിയിലൂടെ പഠിപ്പിക്കുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യു അൽ ഖയ്യൂം. അൽ ഹയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യമായി ജീവനുള്ളവൻ, സ്വയം ജീവൻ, മറ്റുള്ളവരുടെ ജീവനെ നിലനിർത്തുന്നവനാണ് അൽ ഹയ്യ് എന്നുള്ളതിന് പണ്ഡിതന്മാർ പറഞ്ഞത്. ഖയ്യൂം എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കുകയും മറ്റുള്ളവനെ നിലനിർത്തുകയും ചെയ്യുന്നത്. അപ്പോൾ നിത്യജീവനും സ്വയം നിലനിൽക്കുന്നതും മറ്റുള്ളവനെ നിലനിർത്തുന്നതുമായ ഈ സത്തയാണ് നിങ്ങൾ വിളിക്കുന്ന അല്ലാഹു എന്ന് പറയുന്ന ഈ മഹാശക്തി. ലാ തഅഖുദുഹു സിനത്തുൻ, അതിന്റെ മറ്റൊരു വിശദീകരണം പറയാ, ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. അങ്ങനെ ശക്തിയും ചൈതന്യവും സദാ നിലനിൽക്കുന്ന ഒരു ശക്തിയിൽ ഒരിക്കലും ഒരു മയക്കം ബാധിക്കാൻ പാടില്ല. ഒന്ന് മയങ്ങിപ്പോയാൽ ഈ പ്രപഞ്ചമാകെ താറുമാറായി പോകും. അല്ലാഹു ഒന്ന് ഉറങ്ങിപ്പോയാൽ ഈ പ്രപഞ്ചം താറുമാറായി പോകും. കാരണം ഓരോ സെക്കൻഡിലല്ല, ഒരു നാനോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിന്റെ 100 കോടിയിൽ ഒരു അംശമാണ്. അങ്ങനെ ഒരു സെക്കൻഡിന്റെ 100 കോടിയിൽ ഒരു അംശമായ ഒരു സംഗതിയെ, അപ്പൊ സാധാരണ നിലയിൽ മലയാളത്തിൽ പറയാൻ ബുദ്ധിമുട്ട്, 10,000 ബില്യൺത് ഫ്രാക്ഷൻ ഓഫ് എ നാനോ സെക്കൻഡ്, അതായത് 10,000 ബില്യൺത് ഫ്രാക്ഷൻ, ഒരു 10,000 ലക്ഷം കോടി, ഒരു സെക്കൻഡിന്റെ 10,000 ലക്ഷം കോടിയുടെ ഒരംശം എത്ര ഉണ്ടാവും? ആ 10,000 ലക്ഷം കോടി ഒരു സെക്കൻഡിന്റെ 10,000 ലക്ഷം കോടിയിൽ ഒരംശത്തിൽ പോലും അള്ളാഹുവിന് ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ സാധ്യമല്ല എന്ന് ശാസ്ത്രം വളരെ കൃത്യമായി ഫിസിക്സ് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അവന് മയക്കം ബാധിക്കൂല, ഉറക്കം ബാധിക്കൂല. മയക്കവും ഉറക്കവും ഒക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബാധകമായ കാര്യമാണ്. ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർദ്, ഈ പ്രപഞ്ചം മുഴുവനും, ഈ ആകാശത്തിലും ഭൂമിയിലുള്ള അവൻ്റെതാണെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതും കാണാത്തതുമൊക്കെ അവന്റെ ഉടമസ്ഥയിലുള്ളതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവൻ്റെതാണ്. നാമും നമ്മുടെ ജീവിതവും, നമ്മളും നമ്മുടെ പണവും, നമ്മളും നമ്മുടെ അഭിമാനവും, ബാക്കി പലതും നമ്മൾ സംഭവിക്കും. അള്ളാഹു ആണ് ആരാധനയ്ക്ക് അർഹൻ എന്നുള്ളത് സത്യവിശ്വാസികൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അവന് ജീവനുണ്ട് എന്നുള്ളതും മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നുള്ളതും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഹയ്യാണ്, ഖയ്യൂമാണ്. അവൻ ഉറക്കം ബാധിക്കൂല എന്ന് പറഞ്ഞാൽ ആരും എതിർക്കൂല. അവനെ സംബന്ധിച്ചിടത്തോളം മരണം, ഒരു മയക്കം ബാധിക്കൂല എന്ന് പറഞ്ഞാൽ ആരും എതിർക്കൂല. പക്ഷേ ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർദ് എന്ന് പറഞ്ഞാൽ താത്വികമായി സമ്മതിക്കും, പ്രായോഗികമായി സമ്മതിക്കൂല. കാരണം എല്ലാം അള്ളാന്റേതാണെന്ന് പറഞ്ഞാൽ നമ്മളെ പണവും അള്ളാന്റേതാണെന്നാണ്, അത് നമ്മളതാണ് എന്നാണ് നമ്മളെ വിചാരം. നമ്മളെ പൈസ അത് നമ്മളുണ്ടാക്കിയതാ, ബാക്കിയുള്ളതൊക്കെ അള്ള പറയണത് ശരിയെന്നാണ്. കാരണം ഓരോരുത്തരും അവരവരുടെ സേവനങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അള്ള കൊടുത്തതെടുത്ത് ചെലവാക്കാൻ പറയുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറയുമ്പോൾ, അത് കൊടുക്കാതെ പിശുക്ക് കാണിക്കുന്നതിന്റെ താത്വികമായ അർത്ഥം അത് അള്ളാഹുവിൻ്റെതാണ് എന്ന് ഞാൻ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നില്ല എന്നാണ്. ആ കാര്യം അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അവനടുത്ത് അവന്റെ അനുവാദമില്ലാതെ ആരാണ് ഏത് കാര്യത്തിനാണ് ശുപാർശ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്, പറയുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യമാണ്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അവനെ സംബന്ധിച്ചിടത്തോളം ഭൂതവും വർത്തമാനവും ഭാവിയും, ഐദീഹിം എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തുള്ളത്, ഇന്നലകളിൽ കഴിഞ്ഞു പോയതും ഇന്ന് നിലവിലുള്ളതും, വമാ ഖൽഫഹും അവരുടെ പിന്നിലുള്ള ഭൂതവും നാളെ വരാനുള്ളതും. അതായത് മുന്നിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമകാലിക വർത്തമാനം ഉണ്ടാവും, അതുപോലെ തന്നെ ഭാവി ഉണ്ടാവും. ഖൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലുള്ളത്, അതായത് ഭൂതത്തിലുള്ളത്. ഭൂതവും ഭാവിയും വർത്തമാനവും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ത്രികാലജ്ഞാനാണെന്ന് സാധാരണ പറയാറുണ്ട്. അള്ളാഹുവിന് ഇന്നലകൾ, ഇന്ന്, നാളെ എന്നുള്ള സംവിധാനമൊന്നുമില്ല. അത് മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടി ഇവിടെ സംവിധാനിക്കപ്പെട്ട ഏർപ്പാട് മാത്രമാണ്. അപ്പൊ എല്ലാം അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഞാൻ രഹസ്യമായി ആരെങ്കിലും ചീത്ത പറയാൻ തീരുമാനിച്ചാൽ, ആരെങ്കിലും വഞ്ചിക്കാൻ തീരുമാനിച്ചാൽ, ആരെങ്കിലും ചതിക്കാൻ തീരുമാനിച്ചാൽ, ആരെങ്കിലും പറ്റിക്കാൻ തീരുമാനിച്ചാൽ, ആരെടുത്തെങ്കിലും എന്തെങ്കിലും അവന്റെ അവകാശങ്ങൾ നൽകാതെ പിടിച്ചു വെക്കാൻ തീരുമാനിച്ചാൽ, എന്തെങ്കിലും അനീതി കാണിക്കാൻ തീരുമാനിച്ചാൽ, അത് അറിയുന്നവൻ അള്ളാഹുവാണ് എന്ന ബോധമുള്ള സത്യവിശ്വാസിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ ശക്തിയെക്കുറിച്ച്, അവന്റെ അപാരമായ ജ്ഞാനത്തെക്കുറിച്ച്, അവന്റെ ബോധത്തെക്കുറിച്ച്, അവന്റെ ഉണർച്ചയെക്കുറിച്ച് അവനെപ്പോഴും വിജിലന്റ് ആയിരിക്കും. പതിരാത്രിയിൽ ആരോരും കാണാത്ത, ആരുമില്ലാത്ത ഏകാന്തമായ രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്കാവുമ്പോ എന്തെങ്കിലും അള്ളാഹുവിന്റെ വിരുദ്ധമായി, നിയമത്തിന് വിരുദ്ധമായി ചെയ്താൽ അത് അള്ളാഹു അറിയുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, അവൻ എന്നോടൊപ്പമുണ്ട് എന്നൊരു ബോധം അള്ളാഹുവിന്റെ അടിമകൾക്കുണ്ടാവണം, സത്യവിശ്വാസിയായ അടിമകൾക്കുണ്ടാവണം.
മനുഷ്യനെ നേരായി നടത്താൻ നിയമം കൊണ്ടും കോടതി കൊണ്ടും പോലീസിനെ കൊണ്ടൊന്നും കഴിവില്ല എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം. അതൊന്നും വേണ്ടെന്നല്ല. നിയമം വേണം, കോടതി വേണം, പോലീസ് വേണം, സംവിധാനം വേണം. അതൊക്കെ താൽക്കാലികമാണ്. പക്ഷേ ഇവിടെ മനുഷ്യന്റെ മനസ്സിലെ സമാധാനമാണ് ക്രമസമാധാനം, ഭൗതിക ജീവിതത്തിലെ ക്രമസമാധാനമായി നിലനിർത്തിയിരിക്കുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ സംബന്ധിച്ച ജ്ഞാനം, അവന്റെ ശക്തി, അവന്റെ കഴിവ്, അവന്റെ അടുപ്പം, അവനും ഞാനുമായുള്ള ബന്ധം, ഇത് ദൃഢമായ ബോധ്യമാകുന്ന ഹൃദയമുള്ള ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും മോശമായി പെരുമാറാനോ അനീതി കാണിക്കാനോ അക്രമം കാണിക്കാനോ സാധ്യമാവുകയില്ല എന്നുള്ള അവന്റെ അറിവില്ലാതെ ഒരറിവും എനിക്ക് ലഭ്യമാവുകയില്ല എന്ന് മനുഷ്യൻ മനസ്സിലാക്കണം. ഞാനെന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഞാനെന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, ആർക്ക് എവിടെ എപ്പോ എത്ര ഏതളവിൽ ഏത് തരം വിജ്ഞാനം നൽകണമെന്ന് തീരുമാനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ അതിനുവേണ്ടി അധ്വാനിക്കാനുള്ള പ്രേരണ തരുന്നത് അല്ലാഹുവാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് നൽകുന്നത് അല്ലാഹുവാണ്. അതിനുവേണ്ടി സംവിധാനം ഒരുക്കിയത് അല്ലാഹുവാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടേതായ ഒന്നുമില്ല. പരമ നിസ്സഹായനായി അല്ലാഹു നിശ്ചയിച്ച ഒരടിമയായി നിസ്സഹായനായി അവന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ചിത്രം നമ്മളെ വളരെ കൃത്യമായി നമ്മളെ മുന്നിൽ നിർത്തിയിട്ട് പറയാണ്, നീ എന്റെ അടിമ, നിന്റെ കഴിവ് നാം തന്നതാണ്, നിന്റെ ശക്തി നാം തന്നതാണ്, നിന്റെ അഭിമാനം നാം തന്നതാണ്, നിന്റെ പണം നാം തന്നതാണ്, നിനക്കുള്ള ഭാര്യ നാം തന്നതാണ്, നിന്റെ മക്കൾ നാം തന്നതാണ്, നീ എന്തൊക്കെ നിന്റേതാണെന്ന് വിചാരിക്കുന്നു നീ തന്നെ നമുക്കുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് നിനക്കിത് വെച്ചുകൊണ്ട് പൊങ്ങച്ചം കാണിക്കാൻ കഴിയുക, അഹങ്കാരം കാണിക്കാൻ കഴിയുക, അനീതി കാണിക്കാൻ കഴിയുക, അക്രമം കാണിക്കാൻ കഴിയുക? മനുഷ്യ നന്ദി ഉണ്ടെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ചു നോക്കൂ എന്ന് ഓരോ മനുഷ്യനെയും ആയത്തുൽ കുർസി ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അത്ര ഗൗരവവും ഗംഭീരമാണ്. വസിയ കുർസിയുസ് സമാവാത്, അവന്റെ വൽ അർള്, അതായത് അവന്റെ ആധിപത്യം, അധികാരം ഈ ആകാശഭൂമികളെ ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആകാശത്തും ഭൂമിയിൽ മാത്രം ഉണ്ടെന്നല്ല അല്ല അതിന്റെ അർത്ഥം. നമ്മളോട് നമ്മുടെ ഭാഷയിൽ അങ്ങനെ പറയാൻ പറ്റൂ എന്നതുകൊണ്ടാണ്. ആകാശഭൂമികൾക്ക് അപ്പുറം ഒന്നും നമുക്ക് ചിന്തിക്കാൻ സാധ്യമാകില്ല. ഈ ഭൂമി ആകാശത്താണ്. ആകാശത്ത് ഒരുപാട് ഗോളങ്ങളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഒരുപാട് ഗാലക്സികളുണ്ട്. മഹാഗാലക്സികൾ ചേർന്നിട്ട് എന്താണ് പേര് പറയുക എന്ന് പറയുന്നത് മിൽക്കി വേ. അങ്ങനെ ലക്ഷോപലക്ഷം 1250 കോടി ഗാലക്സികൾ ഒന്നാം ആകാശത്തുണ്ട്. അങ്ങനെ 2, 3, 4, 5, 6, 7 ആകാശം. അതിന്റെ അപ്പുറത്തെന്താണെന്ന് ചോദിച്ചാൽ, അതെവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള അത്രയും പ്രവിശാലമായ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന ഓരോ സ്ഥലത്തും ഓരോ സെക്കൻഡിലും എവിടെയും എപ്പോഴും വ്യാപിച്ചു നിൽക്കുന്ന അധികാരത്തിന്റെ ഉടമസ്ഥനായ ഞാനാണ് നിന്റെ രക്ഷിതാവ്, ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഇതൊക്കെ പറഞ്ഞു നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതിൽ യാതൊരു നിർബന്ധവും നിനക്ക് വെച്ചിട്ടില്ല. വമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവന് വിശ്വസിക്കുകയും ഇഷ്ടമുള്ളവന് നിഷേധിക്കുകയും ചെയ്യാം. വിശ്വസിച്ച് തൗബയോടുകൂടി വിനയാന്യതനായി സ്വന്തം കഴിവുകേടുകളും ദൗർബല്യങ്ങളും മനസ്സിലാക്കി പരമശക്തനായ ഉന്നതനായ സർവജ്ഞനായ മഹാരാജതമ്പുരാന്റെ മുന്നിലേക്ക് വളരെ വളരെ താഴ്മയോടുകൂടി സമർപ്പിതനായി ചെല്ലുന്നവനെ വയഹ്ദി ഇലൈഹി മൻ അനാബ്, അവനിലേക്ക് അവനിങ്ങനെ മാർഗദർശനം ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്പമെങ്കിലും അഹങ്കാരത്തിന്റെ ഒരു ലേശം ലജ്ജന മനസ്സിലുണ്ടെങ്കിൽ അവിടെ ഈമാന്റെ വെളിച്ചം കയറാൻ മടിക്കുമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ നമ്മുടെ എല്ലാ പൊങ്ങച്ചങ്ങളും എല്ലാ അഹങ്കാരങ്ങളും എല്ലാ താൻപോരിമകളും മാറ്റിവെച്ചിട്ട് നിഷ്കളങ്കമായി ആത്മാർത്ഥമായി സ്വന്തം കഴിവുകേട് നിഷ്കളങ്കമായി മനസ്സിലാക്കി മഹാതമ്പുരാന്റെ മുന്നിലേക്ക് ചെല്ലാൻ വേണ്ടി നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഉന്നതമായ സൂക്തമാണ് ആയത്തുൽ കുർസി. അതുകൊണ്ടാണ് അത് ഓതുന്നതിന് ഇത്രയും വലിയ സവാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നത്. പിശാചിനെ അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കാനുള്ള ശക്തി, ചൈതന്യം അതിലൂടെ അല്ലാഹു തആല നൽകും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് നിങ്ങൾ എന്തെങ്കിലും പ്രയാസം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ അത് ഓതിയാൽ നിങ്ങൾക്ക് ആശ്വാസം തരും എന്ന് പറയുന്നത് ഇത്രയും ശക്തിയും കഴിവും കാരുണ്യമുള്ള മഹാതമ്പുരാനെ കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്ന അഅ്ലമു ആയത്ത് ഫീ കിതാബില്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ആയത്ത് അത് മനസ്സിലാക്കുകയും എപ്പോഴും മനുഷ്യ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുക. നമസ്കാരം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും ഒരല്പം ഇരുന്ന് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ഒരു ആയത്തുൽ കുർസിയെങ്കിലും മിനിമം ഓതിയിട്ടേ പോകാവൂ എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കിട്ടാൻ വേണ്ടി ഒരു വഴി നമ്മുടെ മുന്നിലേക്ക് എറിഞ്ഞിരിക്കുന്നു. സത്യവിശ്വാസി നമസ്കരിക്കുന്നവനാണ്,
നമസ്കരിക്കാതെ നമുക്ക് പോകാൻ പറ്റൂലല്ലോ. അപ്പോ 5 നേരത്തെ നമസ്കാരത്തിൽ അതിനുശേഷം ആയത്തുൽ കുർസി ആത്മാർത്ഥമായി ഓതാൻ ശ്രമിക്കുമ്പോൾ അവന് മരണിച്ചാൽ സ്വർഗം ലഭിക്കുമെന്ന് റസൂലിന്റെ ശുഭവാർത്ത. ആ ശുഭവാർത്തയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അത് ചെയ്യുന്ന ഉത്തമരായ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ യംബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താൻ സുബ്ഹാനക ലാ നഹ്സി സനാക മാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹ്ബാബ് ഊസികും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ട് ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരു നിർബന്ധമല്ല കേട്ടോ. ആരെയും അടിച്ച് ഏൽപ്പിച്ച് ചെയ്യിക്കണ പണിയൊന്നുമില്ല. വിശ്വസിച്ച് ഇഷ്ടമുണ്ടെങ്കിൽ സംതൃപ്തിയോടെ സമർപ്പിച്ചിങ്ങോട്ട് വന്നാൽ ഇതെല്ലാം നൽകാം. ഇവിടെ വിശ്വാസത്തിൻ്റെ ആവശ്യം. ആരെയും നിർബന്ധിപ്പിച്ച് ഇതിൽ കൊണ്ടുപോകണ പ്രശ്നമില്ല. അള്ളാഹ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ല. ഖദ് തബയ്യന റശ്ദു മിനൽ ഗയ്, അതായത് സത്യവും അസത്യവും വേർതിരിഞ്ഞു, അസത്യത്തിൽ സത്യം വേർതിരിഞ്ഞിരിക്കുന്നു. എവിടെ നോക്കിയാലും സത്യം കാണാൻ നമുക്കാണ്. ഈ മഹാപ്രപഞ്ചത്തിന്റെ പ്രവിശാലതയിലേക്ക് പോയാൽ, അല്ല ന്യൂക്ലിയർ ഫിസിക്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ, അല്ല സ്വന്തം ജീവിതത്തിന്റെ ക്രമപ്രവർത്തമായ വളർച്ചയെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കി എന്ന് വിചാരിക്കുന്ന സ്വത്തിന്റെ തന്നെ വളർച്ചയും അതിൻ്റെ സംഗതികളൊക്കെ പോയാൽ, ഇതൊക്കെ ഞാൻ മാത്രം ഉണ്ടാക്കിയതല്ല, മഹാനായ തമ്പുരാന്റെ കഴിവുണ്ടായതാണ് എന്ന് അഹങ്കാരിയല്ലാത്ത ഏതു മനുഷ്യനും മനസ്സിലാവും. ആ നിലയ്ക്കാണ് മനുഷ്യ മനസ്സ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. നമ്മളെങ്ങാനും അങ്ങനെയെന്നറിയാം. ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും. വേറെ ചില ആളുകൾ അവരഹങ്കാരമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സ്വന്തം നാഥനെ നിഷേധിക്കുന്നതിനേക്കാൾ നന്ദികേട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാനില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, നായി എന്നൊക്കെ പറഞ്ഞ അതുകൊണ്ടാണ്. വെറും മുതിരയും വെള്ളവും മാത്രം കിട്ടുന്ന കുതിര ഏതെല്ലാം തരത്തിലാണ് അവൻ്റെ യജമാനനെ സേവിക്കുന്നത് എന്ന് വലാദിയാത്ത് കഴിഞ്ഞ 2 മാസം മുമ്പുള്ള ഖുതുബയിൽ പറഞ്ഞു. മനുഷ്യൻ ഇതെല്ലാം തന്നിട്ടും മനുഷ്യന്റെ രക്ഷിതാവിനോട് അശേഷം നന്ദിയില്ലാത്തവനാണ് എന്നല്ല പറയുന്നു. ഇന്നൽ ഇൻസാന റബ്ബിഹി ലകനൂത്. എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് തന്നിട്ടുള്ളത്. സ്നേഹിക്കാൻ സ്നേഹം തന്നത്. നമുക്ക് സ്നേഹം വെറുപ്പ് എന്നൊക്കെ പറഞ്ഞ ചില വികാരങ്ങളുണ്ടല്ലോ. ലോകത്താർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഡോക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടോ സ്നേഹം കുറഞ്ഞവന് കൊടുക്കാനുള്ള ഒരു ടാബ്ലറ്റ്, ഒരു ഇഞ്ചക്ഷൻ? ഇന്ന ഇഞ്ചക്ഷൻ കൊടുത്താൽ സ്നേഹം ഉണ്ടാവും. ലോകത്താരെങ്കിലും കണ്ടുപിടിച്ചിട്ടുള്ള സംഗതിയാ? പനി വന്നാൽ നിങ്ങൾക്ക് ചികിത്സിക്കാനും ഡോക്ടറുണ്ട്. അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ മരുന്ന് പറഞ്ഞു കിട്ടിയാൽ നമ്മുടെ മനസ്സമാധാനത്തിന് ഭേദമാക്കണം അല്ലേണ്, അത് വേറെ വിഷയം. പക്ഷേ നിങ്ങൾക്ക് കുറേ മെഡിസിൻ ഉണ്ട്. വിശപ്പ് വന്നാൽ നിങ്ങളുടെ മുന്നിൽ ആഹാരമുണ്ട്. അത് എന്തിനും ഇവിടെ ഉണ്ട്. പക്ഷെ സ്നേഹം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ഏതെങ്കിലും എവിടെയെങ്കിലും വെള്ളം കുടിച്ചാൽ സ്നേഹം ഉണ്ടാവും, മരുന്ന് കഴിച്ചാൽ സ്നേഹം ഉണ്ടാവും. അത് അല്ലാഹു തന്നെ ഉണ്ടാക്കുകയാണ്. അല്ലാഹു പറയാ, നിങ്ങൾക്ക് സ്നേഹിക്കാൻ സ്നേഹം തന്നു. നിങ്ങളുടെ മാതാവിനോടുള്ള സ്നേഹം, മാതാവിന് നിങ്ങളോടുള്ള സ്നേഹം, പിതാവിന് സ്നേഹം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം, വേറെ കുട്ടികളോടുള്ള സ്നേഹം, ഉള്ളിൻ്റെ ഉള്ളിലെങ്ങനെ പതഞ്ഞ് പുതഞ്ഞ് പൊങ്ങുമ്പോൾ വരുന്നതാണത് സ്നേഹം. കരുണ, സ്നേഹം, കാരുണ്യം. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഇതിന്റെ അർത്ഥം നമുക്കറിയില്ല, ഇതിന്റെ ആഴം നമുക്ക് മനസ്സിലാവില്ല. സ്നേഹം നിഷേധിക്കപ്പെട്ട ഒരുപാട് ആളുകൾ തെരുവോരങ്ങളിൽ തെണ്ടി നടക്കുന്നുണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തും. നോക്കാൻ മാതാപിതാക്കളില്ലാതെ, രക്ഷകർത്താക്കളില്ലാതെ, കയറിക്കിടക്കാൻ അഭയമില്ലാതെ ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര മഹോന്നതമാണ്. നമുക്ക് താമസിക്കാൻ, പാർക്കാൻ വീടുകൾ, എത്ര സുന്ദരമായ വീടുകളാണ്. എന്തെല്ലാം തരത്തിലാണ് അതിനെ നമ്മൾ മോടി പിടിപ്പിക്കുന്നത്. പുതിയ പെയിന്റ് വരുമ്പോൾ വാങ്ങി അടിച്ചിട്ട്
അതെങ്ങനെ മോടി പിടിപ്പിക്കുന്നു? നമ്മുടെ കക്കൂസുകൾക്ക് നമ്മൾ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു. അപ്പുറത്ത് കക്കൂസില്ലാതെ വൈകുന്നേരത്ത് രാത്രിയാവാൻ കടപ്പുറത്തേക്ക് പോകാൻ കാത്തിരിക്കുന്ന സമുദായത്തിലെ പൈതങ്ങളും പെണ്ണുങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മളിവിടെ ഉന്നതമായ കക്കൂസുകൾ വെച്ചിട്ട് ജീവിക്കുന്നു. നമ്മുടെ വാഹനങ്ങൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4-5 വാഹനങ്ങൾ വീടുകളിൽ. എന്തെല്ലാം തരത്തിലുള്ള വാഹനങ്ങൾ! ലോകത്തിലുള്ള ഏതെല്ലാം വലിയ വലിയ കമ്പനികൾ ഇറങ്ങും, അതെല്ലാം ഇങ്ങനെ വരുന്നതനുസരിച്ച് മാറി മാറി വരുന്ന വാഹനങ്ങൾ. നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യം, ആ സൗന്ദര്യം നഷ്ടപ്പെട്ടാതായിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള ഏർപ്പാടുകൾ ഉണ്ടാവും, ഏതെല്ലാം തരത്തിലുള്ള. ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി എന്ന് നീ ആലോചിക്കണം മനുഷ്യ. ഇങ്ങനെ അടിക്കടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിരിക്കുന്നു. ഈ സൗഭാഗ്യങ്ങൾ ഇതെല്ലാം കാണാനും ഇഷ്ടപ്പെടാനും അഭിനന്ദിക്കാനും പരസ്പരം പറയാനും ആളുകൾ, ഇതാരും കണ്ടില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അർത്ഥം ഉണ്ടാ? അപ്പോൾ ഈ വക സൗകര്യങ്ങളും സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ഇത് നൽകിയത് അല്ലാഹുവാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും വിവേകവും നൽകി. അതായത് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗം ഇവിടെ വേർതിരിച്ച് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു. ആരെങ്കിലും സത്യനിഷേധത്തെ അവഗണിക്കുകയും ഒഴിവാക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുറുകെ പിടിക്കുകയും ചെയ്താൽ അവൻ പൊട്ടാത്തൊരു പാശത്തെയാണ്, അവന്റെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു കയറിനെയാണ്, ബലമുള്ള ഒരു പാശത്തെയാണ് അവൻ പിടിപ്പിക്കുന്നത്. ലം ഫിസമലഹ, പൊട്ടുക എന്നത് അതിന്റെ പ്രകൃതത്തിൽ തന്നെ ഇല്ലാത്തതാണ്. ഒരു ഉദാഹരണത്തിലൂടെ കാണിക്കുകയാണ് നമ്മൾ. ഇതെല്ലാം നൽകിയത് അല്ലാഹുവാണ് എന്ന ബോധത്തോടുകൂടി, താഴ്മയോടുകൂടി, അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ആരെങ്കിലും ഈമാനുറച്ചാൽ, ആരെങ്കിലും നിയത്ത് വെച്ചാൽ, ആരെങ്കിലും താല്പര്യമെടുത്താൽ, ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, ആരെങ്കിലും ഉറപ്പിച്ചാൽ അവൻ ലം ഫിസമലഹ, ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പൊട്ടാത്തൊരു കയറിലെയാണ് അവൻ പിടിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അല്ലാഹു സമീഉൻ അലീം, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്നൊരു പിൻകുറിയും കൂടെ അവിടെ പറയുന്നു. അതിന് വലിയ ആഴത്തിൽ അർത്ഥതലങ്ങളുണ്ട് എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും അല്ലാഹു കേൾക്കുന്നുണ്ട്, എല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. അല്ലാഹു എന്തൊക്കെ തന്നു, നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കുന്നു, എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ എഴുതുന്നു, എന്തൊക്കെ പ്രസ്താവന നടത്തുന്നു, എന്തൊക്കെ പ്രസംഗിക്കുന്നു, ഇതെല്ലാം പടച്ച തമ്പുരാന് നന്നായി അറിയാം എന്നൊരു ധ്വനി അതിലുണ്ട്. അല്ലാഹു വലിയുൽ ലദീന ആമനു, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, അല്ലാഹുവാണ് വിശ്വാസികളെ രക്ഷകൻ. യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്കാണ് അവരെ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നയിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലദീന കഫറു ഔലിയാഹും അത്താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത് ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ. അല്ലാഹുവിനെ നിഷേധിച്ച് കളഞ്ഞ ആളുകളുണ്ടല്ലോ, താഗൂത്ത്, അതിർകെട്ടത് എന്ന് വെച്ചാൽ പൈശാചിക ദൗർബോധനങ്ങൾ, അവരാണ്. അള്ളാഹുവിന്റെ ശ്രദ്ധ വിട്ടുകഴിഞ്ഞാൽ പിന്നെ പിശാചാണ് അവന്റെ കൂട്ടുകാരൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ പൈശാചിക ദൗർബോധനങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. ആ പിശാചിനെ പയിപ്പിക്കാനാണ് ഈ ആയത്തിൽ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അള്ളാഹുവാണ് രക്ഷകൻ എന്ന ബോധത്തോടു കൂടി നിലനിൽക്കണം. ആ രക്ഷകൻ എന്ന ബോധത്തിൽ നിന്ന് അല്പം മാസ്റ്റർ വേഴ്സിൽ, അതായത് യജമാനായത്തിൽ അല്ലാഹു തആല പറയുന്ന ഇതാണ്. ഈ പിശാചിന്റെ ദൗർബോധനമാണ്, പിശാചാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭയം പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്നാ വരുന്നത്. നമ്മൾ ശത്രുവിനെ കാണണം, ശത്രുവിനെ സംബന്ധിച്ച് മനസ്സിലാവണം. നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ, ഒരു നാട്ടിൽ പോലീസ് ആക്ഷൻ നടക്കുമ്പോൾ അവിടെ കുറെ കണ്ണൂട്ടന്മാരിരിക്കുകയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഓടുന്ന പ്രശ്നമില്ല. ആളുകൾ ഓടുമ്പോൾ എന്താണെന്ന് അവർ ചോദിക്കും, പോലീസുകാരിൽ ലാത്തിച്ചാർജ് നടത്തുകയാണ്, അപ്പോഴും അവരവിടെ തന്നെ ഇരിക്കും. കണ്ട പോലീസുകാരൻ അവരെ അടിക്കാതെ പോകും, മാന്യനായ പോലീസുകാരൻ, കാരണം ഇവൻ കണ്ണ് കാണാത്തവനാണ്. അപ്പൊ ഇത് കാണണം, ഇതറിയണം. അതായത് എവിടെയാണ് ശത്രുത, എവിടെയാണ് പ്രശ്നങ്ങൾ, എവിടെയാണ് ഭീതി, എവിടെയാണ് ബുദ്ധിമുട്ട് എന്ന് നമ്മൾ അറിയണം. അപ്പൊ മനുഷ്യ മനസ്സിന്റെ ഉള്ളിലാണ് യഥാർത്ഥത്തിൽ ഭീതി ഉണ്ടാകുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പ്രയാസങ്ങളെ കുറിച്ച് ബോധം ഉണ്ടാകുന്നത്, അങ്കലാപ്പുകൾ ഉണ്ടാക്കുന്നത്, അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. അവൻ ഒരുപാട് കീറാമുട്ടിയായി തോന്നുന്നു, അവന്റെ മനസ്സിന്റെ പ്രശ്നമാണ്. ആ മനസ്സിന്റെ ഉള്ളിൽ പിശാചിന്റെ ദൗർബോധനമുള്ളത് കൊണ്ടാണ് അവന്റെ നിസ്സഹായമായ ഈ സാഹചര്യം ഉണ്ടാകുന്നത്. അവൻ പേടിക്കുടലനാവുന്നത്, പേടിത്തൊണ്ടനാവുന്നത്, അവൻ നിരാശനായി പോകുന്നത്, അവൻ അത്യാർത്ഥിക്കാരനാകുന്നത്, അവൻ ദ്വരക്കാരനാകുന്നത്, അവൻ വ്യാമോഹക്കാരനാകുന്നത്, അവൻ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നത്, അനധികൃതമായി പിടിച്ചു വെച്ചതൊക്കെ അവന്റെ മനസ്സിന്റെ സമനില തെറ്റിയതുകൊണ്ടാണ്. അതൊരു മാനസിക രോഗമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഫീ ഖുലൂബിഹിം മറദ്, അവരുടെ മനസ്സിലെ രോഗമാണ്, അവർക്കൊരു മാനസിക രോഗമാണ് എന്നുള്ളത്.
എല്ലാ തരത്തിലുള്ള ശാരീരിക രോഗങ്ങളുടെയും കാരണം മാനസിക രോഗമാണ്. ശരീരത്തിൽ മലം ബ്ലോക്കാവുന്നതിനും മൂത്രം ബ്ലോക്കാവുന്നതിനും അതുപോലെ തന്നെ എന്തെല്ലാം ഫാറ്റ് കൂടുന്നതിനും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നതിനും ഈവൻ ക്യാൻസർ ബാധിക്കുന്നത് പോലും മനസ്സിന്റെ ഒരുപാട് വ്യതിയാനങ്ങളിൽ നിന്ന് സംഭവിക്കുന്നതാണ് എന്ന് ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. നല്ല മനസ്സുണ്ടാകുമ്പോൾ അത് നല്ല ഇഫക്റ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല ശരീരം ഉണ്ടാവും. നല്ല മനസ്സ് അള്ളാഹുവിന്റെ അടുത്താണ്. അള്ളാഹു എന്നുള്ള മനസ്സ്, ആ മനസ്സും നമ്മളുമായിട്ടുള്ള ബോധം, അതായത് അള്ളാഹുവിന്റെ പ്രവാചകൻ അതുകൊണ്ട് എപ്പോഴും പറഞ്ഞിരുന്നുണ്ട്, അന്ത വലിയുഹ വ മൗലാഹ. തഖ്വയും തസ്കിയത്തും അള്ളാഹുവിനോട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കണം, ആലോചിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പിശാചിനെ മനസ്സിൽ നിന്ന് അകറ്റി, പിശാചിന്റെ തോഴനായി നടക്കാതെ പിശാചിനെ അകറ്റി നിർത്താൻ ആയത്തുൽ കുർസി ഉപയോഗിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അത് പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രായോഗിക ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ആനന്ദം അനിർവചനീയമാണ്. ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമോ? നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ, ബുദ്ധിമുട്ടിൽ ആകെ വിഷമിക്കുമ്പോൾ ഒരു 2, 3, 4 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയിട്ട് ശാന്തമായി അള്ളാഹുവിന്റെ നേരെ ഒന്ന് നോക്കൂ. തീർച്ചയായും ഉറപ്പായും അള്ളാഹു അതിൽ നിന്ന് മോചനം തരും. ഒരു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ആ പ്രശ്നത്തെ അതിജയിക്കാനുള്ള, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ അതിനെ അതിജയിക്കാനുള്ള തന്റെ ഇടവും ശക്തിയും തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഓരോരുത്തർക്കും അവനവന്റെ ഈമാൻ ഇത് വെച്ച് തന്നെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വിജ്ഞാനത്തിലൂടെ ദൃഢബോധ്യമാക്കുന്ന ഈമാനോടുകൂടിയാണ് സത്യവിശ്വാസം സ്വീകരിച്ച് മുന്നോട്ട് പോയി വിജയം വരിക്കേണ്ടത്. അങ്ങനെയുള്ള സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളഅന അബൂബക്കർ വ ഉമർ വ അലി ഉസ്മാൻ വ അലി ബഖിയതി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കരുണ്യവാനായ ചമ്പുരാനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസിന് പുറത്തുമാപ്പാക്കി തരണേ തമ്പുരാനെ. നാഥ, ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലേക്ക് എത്തിയ മരിച്ചു വന്ന ആളുകളുടെ കബറിടങ്ങളെ നീ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അകലങ്ങളിൽ വസിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആർക്കും അല്ലാത്ത ആളുകൾക്കും ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അതിൻ്റെ ആശ്വാസത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനും സമാധാനയുക്തമായി മരിച്ചു നിന്നിലേക്ക് വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ സന്താനങ്ങളും സമ്പത്തുകളും നന്മ വർദ്ധിപ്പിച്ചിരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നന്മ വർദ്ധിപ്പിച്ചിരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. നിനക്ക് തൃപ്തിപ്പെട്ട ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങളെ നീ കടത്തിക്കൊണ്ടുപോകണേ തമ്പുരാനെ. അങ്ങനെ ശാന്തമായി ജീവിച്ച് ശാന്തമായി നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. ഖബറുള്ള ശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. പ്രവിശാലമായ പ്രകാശപൂരിതമായ ഖബറിടങ്ങൾ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നിന്റെ ലിഖാ നൽകി സ്വർഗ്ഗത്തിൽ ഫിർദൗസിൽ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ എന്നും നീ മോചിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന നീ തട്ടിക്കളയല്ല നാഥ, ഇത് സ്വീകരിച്ച് ഉത്തരം നൽകണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥനാനിരതമായ മനസ്സുമായി ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ അഅമാലൽ മുജാഹിദീന ഫീ കുല്ലി അമാകിൻ يا أرحم الراحمين. ربنا تقبل منا دعانا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.